അയ്യോ വേണ്ട, അവൾ ആർത്തവമുള്ള സ്ത്രീയാണ്, അടുക്കളയിൽ പോകരുത്, അച്ചാർ തൊടരുത്, ക്ഷേത്രത്തിൽ പോകരുത്, അവൾ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. എത്രയോ സ്ത്രീകൾ മരിക്കുന്നു. അവർക്ക് രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടറെ പോയി കാണിക്കാൻ പോലും കഴിയുന്നില്ല, ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്നു. കാരണം ഇതിനെക്കുറിച്ച് അവബോധമില്ലായ്മയാണ്. ഈ ഇൻഫെക്ഷനുകൾ കാരണം എത്രയോ സ്ത്രീകൾക്ക് അസുഖം വരുന്നു, മരിക്കുന്നുമുണ്ട്. 2 ലിംഗങ്ങളെയുള്ളൂ. ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണ്. അവരുടെ ശരീരത്തിലെ ഒരു പ്രധാന പ്രവർത്തനമാണിത്. എന്നിട്ടെന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത്? ആദ്യം അത് പറയൂ. നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ പോയി ബാബാജിയുടെ മുഖം നോക്കൂ. ബാബാജിയോട് ഇത് മാത്രം ചോദിക്കൂ: ബാബാജി, എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്, അത് കാരണം എന്റെ റീപ്രൊഡക്റ്റീവ് ലൈഫ് ദുരിതത്തിലാണ്. ബാബാജിയുടെ മുഖഭാവം ശ്രദ്ധിക്കൂ. അവിടെ നിന്ന് വരുന്ന അതേ ചിന്താഗതിയാണ് ഓരോ വീട്ടിലും ചെന്ന് ഓരോ വീടിന്റെയും സംസ്കാരമായി മാറുന്നത്. എന്തിനാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? അതൊക്കെ വൃത്തികെട്ട കാര്യങ്ങളല്ലേ? വൃത്തികെട്ട കാര്യമെന്നാൽ എന്താണ്? നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തെക്കുറിച്ച് പോലും സംസാരിക്കാം, പക്ഷേ രക്തത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതിലെന്താണ് വൃത്തികേട്? അത് വൃത്തികേടാണെങ്കിൽ പിന്നെ ഗർഭപാത്രം തന്നെ വൃത്തികേടാണ്. ഗർഭപാത്രം വൃത്തികേടാണെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനസംഖ്യയും വൃത്തികേടാണ്. ഓരോ മനുഷ്യനും അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് വൃത്തികേട്?